കൊതുകുകൾ സ്വൈരവികാരം നടത്തുമ്പോൾ നാടാകെ പകർച്ചപ്പനിയുടെ പിടിയിലേക്ക് അമരുന്ന കാഴ്ചകളാണ് കുറവലങ്ങാട്, ഞീഴൂർ, മരങ്ങാട്ടുപള്ളി, ഉഴവൂർ മേഖലയിലുള്ളത്. ഡെങ്കിപ്പനി വ്യാപകമായി എന്ന് കണക്കുകൾ വ്യക്തമാക്കുമ്പോഴും കാര്യമായ നടപടികൾ സ്വീകരിക്കാൻ പലയിടങ്ങളിലും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്ത് പ്രധാനമായും മരങ്ങാട്ടുപള്ളിയിൽ മാത്രമാണ് മതിയായ ചർച്ചകളെങ്കിലും നടന്നത്. മരങ്ങാട്ടുപള്ളിയിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തി മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടികൾ ശക്തമാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ കുറവലങ്ങാടക്കമുള്ള മറ്റു പഞ്ചായത്തുകൾ ഇതിനുള്ള മതിയായ ക്രമീകരണങ്ങൾ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന സ്ഥിതി. കുറവലങ്ങാട് പ്രദേശം ഉൾക്കൊള്ളുന്ന മേഖലയിൽ നിന്ന് ഇതിനോടകം 50-ലേറെ പേർക്ക് ഡെങ്കിപ്പനി ഉള്ളതായി സംശയിക്കുന്നുണ്ട്. ഈ സംബന്ധിച്ച കണക്ക് ആരോഗ്യവകുപ്പിന്റെ കൈവശമുണ്ട്. ഡെങ്കിപ്പനി വ്യാപകമാകുന്നുവെന്ന് വ്യക്തമായിട്ടും ശുചീകരണ പ്രവർത്തനങ്ങൾ പോലും ശക്തമാക്കാൻ നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധവും ശക്തമായി ഉയരുകയാണ്. കുറവലങ്ങാട് മേഖലയിൽ ചിലർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറവലങ്ങാട് സർക്കാർ ആശുപത്രിയിലും ഹോമിയോ ഡിസ്പെൻസറിയിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ നേടിയ പലരുടെയും രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് ഡെങ്കിപ്പനി എന്ന സ്ഥിരീകരണമുണ്ടായത്. എന്നാൽ മെഡിക്കൽ കോളേജിൽ അടക്കം നടക്കുന്ന വിദഗ്ധ പരിശോധനയിൽ മാത്രമാണ് ഡെങ്കിപ്പനി സ്ഥിരീകരണമുള്ളതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാടുകൾ. സംശയാസ്പദമായ സാഹചര്യമെന്ന പേരിലാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചവരുടെ പോലും കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നത്. ആളുകളിൽ ഭീതി ജനിപ്പിക്കുവാൻ ഇത് നല്ലതെങ്കിലും വ്യക്തമായ കണക്കുകളുടെ അഭാവം നടപടികളുടെയും മുൻകരുതൽ പ്രവർത്തനങ്ങളുടെയും ഗൗരവം കുറയ്ക്കുമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കുറവലങ്ങാട്, കിടങ്ങൂർ പഞ്ചായത്തുകളിൽ മാത്രമായി 50ഓളം പേർക്ക് ഡെങ്കിപ്പനി ഉള്ളതായി സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് സമ്മതിക്കുന്നുണ്ട്. മരങ്ങാട്ടുപള്ളി, ഉഴവൂർ, വെളിയന്നൂർ പ്രദേശങ്ങളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഞീഴൂർ, കടുത്തുരുത്തി, മാഞ്ഞൂർ പഞ്ചായത്തുകളിലും ഡെങ്കിപ്പനിയുടെ സംശയം സംബന്ധിച്ച കണക്കുകളാണ് ആരോഗ്യവകുപ്പിന്റെ കൈവശമുള്ളത്.